നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ. ഇൻഡിപെൻഡൻറ്റ് പൊളിറ്റിക്കൽ ഒബ്സർവേഷൻ, സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷണം, അതിൻ്റെ ആ സംഘടന പ്രസിഡന്റാണ്. ബഹുമാന്യരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഗ്രൂപ്പിൻ്റെയും ആശംസകളും അനുമോദനവും. ബഹുമാന്യരെ, ഹേമ കമ്മീഷൻ റിപ്പോർട്ട്, അതിനെക്കുറിച്ചുള്ള ഹൈക്കോടതിയിലെ വിധി വന്നു. മറ്റ് RSS നേതാക്കളെ കാണാൻ പോയ വിവരത്തെക്കുറിച്ചുള്ള മുഖ്യമന്ത്രി 10 ദിവസത്തിന് ശേഷം ഇന്ന് വായി തുറന്നു. അതൊക്കെ നല്ലത് തന്നെ. ഒരു കാര്യം മനസ്സിലാക്കാം, ഈ മുസ്ലിം സമുദായത്തിൽ സുന്നികൾ എന്നൊരു വർഗമുണ്ട്, പിന്നെ മുജാഹിദ്, ജമാഅത്ത്, 3 കേരളത്തിലൊക്കെ ഉള്ളത്. അപ്പോൾ അതിൽ സുന്നികളിൽപ്പെട്ട ഏതെങ്കിലും സമ്പന്നന്മാരുണ്ടെങ്കിൽ മുജാഹിദിൽപ്പെട്ടവർ വന്ന് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ബന്ധു പിടിക്കും, ബന്ധുത്വം സ്ഥാപിക്കും. അങ്ങനെ ആ മുജാഹിദിലേക്ക് ഈ സുന്നി പണക്കാരനെ വീഴ്ത്തും. അത് മറിച്ച് ജമാഅത്ത് ഇസ്ലാമി അങ്ങനെ ചെയ്യാറുണ്ട്. എന്നാൽ സുന്നികൾ അങ്ങനെ ഏതെങ്കിലും ജമാഅത്ത് കല്യാണം കഴിച്ച് അല്ലെങ്കിൽ ഇത് ചേർക്കുമോ അല്ലെങ്കിൽ ഇത് മുജാഹിദ് കല്യാണം കഴിച്ച് ചേർക്കുകയോ സാധാരണയില്ല, കാരണം അവർ ഉൾക്കൊള്ളുന്നില്ല. അതുപോലെ RSSനെ സംബന്ധിച്ച് അവർ അവരുടേതായ വിഷയത്തിൽ വിജയിക്കാൻ വേണ്ടി അവർ ഏതറ്റം വരെ പോവും, അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. നിസ്വാർത്ഥരായ ലക്ഷക്കണക്കിന് പ്രവർത്തകர்களാണ്. അതൊക്കെ നമ്മൾ കണ്ടേ തരൂ. അത് പറയുമ്പോൾ തന്നെ RSS കാരനായി അല്ലെങ്കിൽ സംഘപരിവാർ എന്നൊരു കാര്യമില്ല. ഇപ്പം നമ്മൾ ഷംസീർ വാസുലപ്പാദിനെക്കുറിച്ച് CPIയുടെ നേതാവ്, CPIയുടെ സെക്രട്ടറി ശരിയല്ല എന്ന് പറഞ്ഞു. മഹാത്മാഗാന്ധിയുടെ വധത്തിന് പിന്നിൽ RSS ആണ്, അല്ലെങ്കിൽ സംഘപരിവാറാണ്, അല്ലെങ്കിൽ ഹിന്ദു മഹാസഭയാണെന്നൊക്കെ വിളിച്ചതുകൊണ്ട് അതൊക്കെ സത്യമാണ് പറഞ്ഞത്. ഇനി അതൊക്കെ പറഞ്ഞ് എന്താ കാര്യമുള്ളത്? ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യ മഹാരാജ്യം RSS അല്ലെങ്കിൽ സംഘപരിവാർ ഉൾപ്പെടെ ടീം ഭരിക്കുന്നത് 10 വർഷം കഴിഞ്ഞു. ഇനി നമ്മൾ ഈ RSS വിരോധവും അല്ലെങ്കിൽ സംഘവിരോധമൊക്കെ പറഞ്ഞ് നടന്നതിൽ എന്താ കാര്യം? ഇനി ചെയ്യാനുള്ളത് ഈ പരിവാറിൽ കയറി അവരുടെ ആ തീവ്രത കുറച്ച് സാധാരണ ഒരു പ്രസ്ഥാനമാക്കി മാറ്റിയെടുക്കുക. അതാണ് ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടത്, അതിന് ശ്രമിക്കേണ്ടത്. അന്ധമായ സംഘവിരോധം കൊണ്ട് നടന്നിട്ട് വലിയ കാര്യമില്ല. അതാണ് ഷംസീർ പറഞ്ഞത്. ഞാൻ ഇന്നലെ അത് അനുകൂലിച്ചില്ലെങ്കിലും ഇന്നിപ്പോൾ ഞാൻ അനുകൂലിക്കല്ലെങ്കിലും നമ്മൾ ഈ പറയുന്ന അത്ര ഒറ്റപ്പെടുത്തിയ കാര്യമില്ല. അതിനോട്ട് ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, CPIഎമ്മിൻ്റെ ദേശീയ സെക്രട്ടറി അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് പിന്നെ ഡൽഹിയിൽ എയിംസ് ഹോസ്പിറ്റലാണ്, അദ്ദേഹത്തിന് ആരോഗ്യം വീണ്ടെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം നമുക്കൊരു എന്താ ചെയ്യുക, ഒരു അസുഖം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അവർക്ക് പ്രാർത്ഥന വേണ്ടില്ല, എന്നാലും നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഓക്കെ. അപ്പോൾ അങ്ങനെ അന്ധമായ ഒരു എതിർപ്പ് ഉണ്ടായിട്ട് കാര്യമില്ല. അത് തന്നെയുമല്ല, ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് പറയാനുള്ളത്, ഞാൻ മുസ്ലിമാണല്ലോ, ഹാജി മൊയ്തീൻ ഷാ തികച്ചും വിശ്വാസപരമായിട്ട് 100% പെർഫെക്റ്റാണ്. പക്ഷേ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നിഷിദ്ധമാക്കിയിരുന്നു അന്നത്തെ ഉലമാക്കൾ, ഉമറാക്കൾ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടാണ്. പക്ഷെ ബ്രിട്ടീഷുകാരോട് നമുക്ക് എതിർപ്പുണ്ടാകും, കാരണം നമ്മുടെ രാജ്യം കൈയേറിയ വിദേശ ശക്തികളാണ്. പക്ഷെ ഇംഗ്ലീഷ് അതൊരു ദേശീയ ഇൻ്റർനാഷണൽ ഭാഷ, അന്തർദേശീയ ഭാഷ, അതിന് നമ്മൾ വേർതിരുന്ന കാര്യമില്ലേ. അപ്പോൾ അന്നത്തെ മുസ്ലിം ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ മൗലവിമാരും ഉമറാക്കൾ, ഭരണകർത്താക്കളും ഫത്വ അറിയിക്കുന്നതാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നിഷിദ്ധമാണ്. അതിൻ്റെ ക്ഷീണം ഇന്നും മാറിയിട്ടില്ല. അതുപോലെ എനിക്ക് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പറയാനുള്ളത്, നിങ്ങൾ ഇനിയും RSS വിരോധം പറഞ്ഞ് കംപ്ലീറ്റ് മാറി നിൽക്കുന്ന ബുദ്ധിയാണോ എന്ന് ബുദ്ധിയുള്ളവർ ചിന്തിക്കണം. ഇവിടെ എന്താ വിഷയം എന്നറിയോ? ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന കക്ഷിയിൽ ഒരൊറ്റ മുസ്ലിം മന്ത്രിമാരല്ല, MP പോലും ഇല്ല, രാജ്യസഭയിലും ഇല്ല. JDU പോലെയുള്ളതിൽ എന്തോ ഒരു ചെറിയ സ്ഥാനങ്ങളുള്ളൂ. അതൊരു കാരണം എന്താണ്? എന്നെ തെറ്റിദ്ധരിക്കരുത്, ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ്. അപ്പോൾ നിങ്ങളത് മനഃശാസ്ത്രപരമായിട്ട് വിലയിരുത്തണം. അതായത് നമ്മൾ കറക്കാൻ ചെല്ലുമ്പോൾ, എരുമയെ കറക്കാൻ ചെല്ലുമ്പോൾ എരുമ തട്ടും, അല്ലെങ്കിൽ പശുക്കൾ തട്ടും, എന്തോ ദേഷ്യമായിരിക്കും നമുക്ക്. കാരണം അറിയോ, ആ പാലും പോവും, അന്നത്തെ നടക്കൂല കാര്യങ്ങൾ. അതുപോലെ ഏതെങ്കിലും രീതിയിൽ RSSകാർ
RSS വിഭാഗത്തിൽ മുസ്ലിങ്ങളായിട്ട് അടുക്കണം തോന്നുമ്പോൾ നിങ്ങൾ സമ്മതിക്കില്ല, അകന്ന് മാറുമ്പോൾ അകന്ന് മാറാൻ മുസ്ലിങ്ങളുടെ കാര്യം അതിന് ഇവിടുത്തെ മറ്റ് BJP ഇതര പാർട്ടികളാണ്. എന്നാൽ ആ പാർട്ടിക്ക് മുസ്ലിങ്ങൾ ബ്ലോക്ക് അപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഹക്ക് എന്നാൽ തുറന്ന് സത്യമായിട്ട് പറയണം, കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ 20% എന്ന മുസ്ലിങ്ങൾ, ഇത് 30 കോടി മുസ്ലിങ്ങൾ, 30 കോടിയോളം 30 crore 30 കോടിയോളം മുസ്ലിങ്ങൾ, അല്ല മുഴുവൻ അവർക്ക് വോട്ടില്ല, ഒരു 60% വോട്ടുള്ളൂ, ബാക്കി പിള്ളേരാണല്ലോ. ഈ ബ്ലോക്കായിട്ട് ഇന്ത്യ മുന്നണിക്കാണ് വോട്ട് ചെയ്തത്. ആർക്ക് സംശയമുള്ളത്? ബ്ലോക്കായിട്ട് കേരളത്തിൽ മാത്രമല്ല വടക്കേ ഇന്ത്യയിൽ. അതും പിന്നെ സംഘ് പരിവാറിൽ മോഡിയുടെ അപ്രമാദിത്വം കുറക്കാൻ വേണ്ടി RSS വിഭാഗത്തിൽ കുറച്ച് ന്യൂട്രൽ. ഈ രണ്ട് കാരണം കൊണ്ടാണ് ഇപ്പം ഈ രാഹുൽ ഗാന്ധി പദയാത്ര നടത്തിയിട്ടാണ് ഇപ്പം അത് കിട്ടിയത് ഇത് കിട്ടിയതെന്നൊക്കെ പത്രങ്ങൾ പറയുന്നുണ്ട്. അതൊന്നുമല്ല, അതൊരു ആ പദയാത്ര നടത്തി ആ 3000-5000 കോടി രൂപ ഉണ്ടെങ്കിൽ അത് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുകയും യൂണിറ്റ് അടിസ്ഥാനത്തിൽ പ്രവർത്തനം ചെയ്തിരുന്നെങ്കിൽ ഇതിനേക്കാൾ MP കിട്ടിയനെ. വോട്ടല്ല, അതായത് ആൾക്കൂട്ടം ഒരിക്കലും വോട്ടാവില്ല. ഞാൻ അന്ന് പറയുന്നതാണ്, ഇന്നും അതിൻ്റെ പറയുന്നത്. ആൾക്കൂട്ടം വോട്ടാവില്ല. വോട്ടാകണ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കണം. മറ്റൊന്ന്, എന്നിട്ട് വോട്ട് ചെയ്യിക്കണം. ചെയ്തതിന് ശേഷം ആ വോട്ട് എണ്ണി പ്രഖ്യാപിക്കുന്നതിന് അതിൻ്റെ ഏജന്റുമാർ, ബൂത്ത് ഏജന്റുമാർ കാവലിരിക്കണം. ഇത് ചെയ്യാതെ ഒരു ആൾക്കൂട്ടം ഉണ്ടാക്കണം. ഇപ്പം പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി വിട്ടുകളെ പോട്ടെ, രാഹുൽ ഗാന്ധി ഒരു ആൾക്കൂട്ടം ഉണ്ടാക്കണത്. ആൾക്കൂട്ടം UP ഉണ്ടാക്കിയാൽ എന്ത് നേട്ടം കിട്ടി UP? കഴിഞ്ഞ പ്രാവശ്യം ഇത്താവശ്യം എന്തോ ചെറിയ ഇത് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ആൾക്കൂട്ടം അല്ല നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് MP എണ്ണം ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ബ്ലോക്ക് 20-30 കോടി മുസ്ലിങ്ങൾ ഇന്ത്യ മുന്നണിക്ക് പിന്തുണച്ചിട്ട് എന്ത് നേട്ടമാണ് ഈ നിമിഷം വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഈ പറഞ്ഞ രാജകുമാരനും, അതായത് രാഹുൽ ഗാന്ധി പ്രിയങ്ക ചെയ്തത് ഈ സമുദായത്തിന് വേണ്ടി. ഇപ്പോൾ ഒക്കെ ബോർഡിൽ ബില്ല് BJP ഇവിടെ കൊണ്ടുവന്നപ്പോൾ അതിൽ പ്രതിപക്ഷത്തിൻ്റെ കൂടെ കോൺഗ്രസ് കൂടി ഒന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. അതില്ലെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ഒരിക്കലും അവന് ഇല്ലാത്തത് പറയില്ല, ഉള്ളത് പറയുകയും ചെയ്യും. അത് ചെയ്തിട്ടുണ്ട്. അത് മാത്രം പോരെന്ന് ഈ പശു കേസിലേക്ക് പലവരും തല്ലിക്കൊല്ലുമ്പോൾ അതിലൊന്നും വേണ്ടത്ര സോണിയ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ പ്രിയങ്കയോ പറ്റുന്നില്ല, ശ്രമിക്കുന്നില്ല. അത് അവർ ഭയമാണ്, ആരോ ഭയമാണ്. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ അതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ്. ഞങ്ങൾ ദീർഘഭീഷ്ടമായി കാണുന്നതാണ്. 50, 60, 100 വർഷത്തിന് ശേഷം ലോകത്ത് എന്ത് സംഭവിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ആൾ കൂടിയാണ് ഞാൻ. അത് നമ്മൾ എഴുതിയ പുസ്തകമുണ്ട്, ഭൂമിയില്ലാത്ത പ്രപഞ്ചം. അത് 10 വർഷം മുമ്പായി. ഇപ്പം നമ്മൾ എഴുതിക്കൊണ്ട് പുസ്തകം അറിയുമോ? നേഷൻ 2500 വിഷൻ എന്നാണ്. ഈ ഭൂലോകം 2500 ശേഷം കാഴ്ചപ്പാട്, അത് വിഷൻ. നേഷൻ രാജ്യത്തിന് കാഴ്ചപ്പാട് എന്ന് 2500. ഇപ്പം 2024 കേട്ടു. 476 വർഷം കൂടി വരാം. അതിനുശേഷം ഈ ഭൂമി ഉണ്ടെങ്കിൽ എങ്ങനെയെന്നുള്ളത് കുറച്ച് ഭയങ്കര ചിന്തയിലാണ്. ആ ചിന്തയിലേക്ക് ഞങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഒന്നും കയറുന്നില്ല. കഥയോ ഉണ്ടാവില്ലെന്ന് തന്നെയാണ്. ഉണ്ടാവില്ലെന്നാണ് നമ്മൾ പുസ്തകം എഴുതിയേക്കണം 30 വർഷം മുമ്പ്. അങ്ങനെ തന്നെ അവരുടെ കമ്പ്യൂട്ടറിൽ കഥ. ആ പുസ്തകം എഴുതിയപ്പോൾ ഞാൻ ഒറ്റ ദിവസം രാത്രിയോടെ എഴുതി തീർത്ത പുസ്തകം ഭൂമിയില്ലാത്ത പ്രപഞ്ചം. ഒരു 8-9 മണിക്ക് ഇതിട്ട് എൻ്റെ വെളുപ്പായി ദിവസം. പക്ഷെ ഇന്ന് ഇപ്പം അതിനുശേഷം നമ്മളിപ്പോൾ 8-10 എത്രയോ വർഷമായി ഈ ഭൂമിയില്ലാത്ത പ്രപഞ്ചമല്ല ഈ നേഷൻ എന്നുള്ളത്. അതൊന്നും കമ്പ്യൂട്ടറിൽ വരുന്നില്ല. അതിനർത്ഥം ഭൂമിയില്ലെന്ന് തന്നെയാണ്. ഓക്കെ, അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ചെയ്യേണ്ടത് ഈ ഷംസീർ പറയുന്ന പോലെ അല്ലെങ്കിൽ പിണറായി സഖാവൊക്കെ പറയുന്ന പോലെ അന്ധമായ സംഘവിരോധം അല്ലെങ്കിൽ RS വിരോധം, അന്ധമായ സംഘവിരോധം മാറ്റിവെച്ചിട്ട് അവരിൽ നിന്ന് മനപരിവർത്തനം. അതിന് വലിയ ഉദാഹരണം നമ്മുടെ മുൻപിലുണ്ടല്ലോ. BJPയേക്കാൾ സംഘപരിനേക്കാൾ തീവ്രമായ വർഗീയ പാർട്ടിയായിരുന്നു ശിവസേന. മഹാരാഷ്ട്രയിലെ ബോംബെയിൽ ശിവസേന വർഗീയ മാത്രമല്ല, അവരെന്തു കൂടിയായിരുന്നു, പ്രാദേശികവാദം കൂടിയായിരുന്നു. അങ്ങനെ ബോംബെയിലുള്ള പല മലയാളികളും തമിഴരൊക്കെ തല്ലിക്കൊന്നൊക്കെട്ടുണ്ട്. ആ ശിവസേന മാനസാന്തരപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ മുന്നിൽ വന്ന് ചേർത്തപ്പോൾ ഇന്ന് മഹാരാഷ്ട്രയിൽ മുസ്ലിങ്ങൾ കൂടി വാദിക്കുന്നത് ശിവസേനയാണ്. നിങ്ങൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ?
ഈ താടിയും തൊപ്പിയും വെച്ച് നടക്കല്ലാതെ എന്താണ് പ്രാക്ടിക്കൽ ചെയ്തത്? ഒരു കാലത്ത് മുസ്ലിങ്ങൾ കണ്ട തല്ലിക്കൊന്നിരുന്ന ശിവസേനക്കാർ ഇന്ന് മുസ്ലിങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്നു മഹാരാഷ്ട്രയിൽ. അതിൽ കോൺഗ്രസ് കാണിച്ച ബുദ്ധി ഞാൻ കുറ്റപ്പെടുത്തല്ല. നമ്മുടെ വി എം സുധീരൻ അത് എതിർത്തു. അദ്ദേഹം കുറച്ച് ആദർശവാദിയാണ്. അപ്പോൾ ആദർശം മാത്രമല്ല, പ്രാക്ടിക്കൽ ആദർശമാണ്. അതുപോലെ ഈ സംഘ് പരിവാറിൽ നിന്ന് ഇടപെട്ട് അവരിൽ നിന്ന് ആ വർഗീയ തീവ്രത കുറച്ച് മുന്നോട്ട് പോകുന്നല്ലേ മുസ്ലിം സമുദായം, അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായമേ. ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗ് എന്ന ഇന്ത്യയിൽ 3 ജനങ്ങൾ ന്യൂനപക്ഷങ്ങൾ. ആ ന്യൂനപക്ഷത്തിൻ്റെ പ്രസിഡന്റ് കൂടിയാണ് എന്നുള്ളത് മൊയ്തീൻ ഷാ പറയാണ്. അതല്ലേ അതിൻ്റെ പ്രാക്ടിക്കൽ ബുദ്ധി? അതെന്താ ചിന്തിക്കാത്തത്? മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നിങ്ങൾ ചൂഷണം ചെയ്ത് വോട്ട് വാങ്ങി അവർക്ക് നേതാക്കൾക്ക് മന്ത്രിയാണ്, അവർക്ക് രാജ്യം ഭരിക്കാൻ വേണ്ടി. പണ്ട് എന്ത് പറഞ്ഞു, നമ്മൾ മായാവതി പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ വോട്ട് കിട്ടി കോൺഗ്രസ് ഭരണം വേണ്ട എന്ന് പറഞ്ഞു. അതൊക്കെ പണ്ട് പറഞ്ഞാണ്, കാൻഷൻ പറഞ്ഞാണ് ഞങ്ങളുടെ വോട്ടിൽ നിങ്ങളുടെ ഭരണം ഇല്ലെന്ന്. പക്ഷെ അതൊക്കെ മാറിപ്പോയി. 30 വർഷം മുമ്പല്ലേ. ഇപ്പോൾ മായാവതിയുടെ ആ കണക്കൂടി തെറ്റെടുപ്പ് എല്ലാം നശിച്ചു പോയില്ലേ. അതുപോലെ ഇന്ത്യയിലെ 20% വരുന്ന, അല്ലെങ്കിൽ 30 കോടിയോളം വരുന്ന മുസ്ലിങ്ങൾ, അതിൽ ചിന്തിക്കുന്ന നേതാക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇന്ത്യയിൽ ചെയ്യേണ്ടത്, നിങ്ങൾ സംഘ് പരിവാറിന് സപ്പോർട്ട് ചെയ്തിട്ട് അതിൽ കയറി അതിൽ കൂടെ നിന്ന് അവരുടെ കാര്യം പറഞ്ഞത് എന്തുണ്ടായാലും ഞങ്ങൾക്ക് 20%, 5-1 കാര്യങ്ങൾ, എന്ത് കാര്യത്തിലും 5-1 ഞങ്ങൾക്ക് കിട്ടണം തരണം എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്താൽ അത് വലിയ അർത്ഥമുണ്ട്, അർത്ഥതലങ്ങളുണ്ട്. എന്താ പറയാങ്ങളോ, ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ്. ഇവിടുത്തെ സംഘപരിവാർ നയിക്കുന്നത്, നിയന്ത്രിക്കുന്നത്, കൊണ്ടു നടക്കുന്നത് ഭൂരിപക്ഷ സമുദായത്തിലെ 15% വരുന്ന മുന്നോക്ക വിഭാഗത്തിലെ ഒരു പിടി ആളുകളാണ്. അവരെ സംബന്ധിച്ച് സത്യമുണ്ടെന്ന്. ഈ 85% പ്രത്യേകിച്ച് അംബേദ്കർ കൊണ്ടുവന്ന അംബേദ്കർ സെമിനാറിൽ 80% സംഘടിച്ചിട്ട് ഈ 11% ഒതുക്കണം എന്നുള്ള രീതിയിലാണ് പ്രചരണം വന്നത്. അത് കരുമ്പോൾ അവരെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞില്ലേ, അവർക്ക് ഇന്ത്യ വിട്ട് പോകാൻ വഴിയില്ല, സ്ഥലമില്ല. അപ്പോൾ അവർക്ക് ഇവിടുത്തെ നിന്നേ പറ്റൂ. ഇവിടുത്തെ നിൽക്കഴിഞ്ഞാൽ അവരുടെ ആധിപത്യം അല്ലെങ്കിൽ തന്നെ അവരുടെ നിലവാരവും സ്റ്റാൻഡേർഡും നിലനിർത്തണം. അതിനെന്താണ് ന്യൂനപക്ഷ വിരോധം ഉണ്ടാക്കണം, പിന്നെ കമ്മ്യൂണിസ്റ്റ് വിരോധം പറഞ്ഞുണ്ടാക്കണം. അങ്ങനെ ആ വിരോധം കാണിച്ചു വേണം ഈ പിന്നോക്ക സമുദായത്തിലെ ഹിന്ദുക്കളെ കൂടെ നിർത്താൻ. അതാണ് എൻ്റെ ഒരു ഫിലോസഫി. അതൊരു മനഃശാസ്ത്രമാണ്, തെറ്റാൻ ചെയ്യല്ലോ. അതുപോലെ നിങ്ങൾ ചെയ്യുന്നില്ല, ഇത് പിന്നോക്ക സമുദായം ചെയ്യുന്നില്ല. അതാണ് നിങ്ങൾ വിജയിക്കാത്തത്. ഞാൻ ഇപ്പോൾ പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇനിയുള്ള കാലം മുസ്ലിം സമുദായത്തിൽ, അത് ഏതാണ്ട് ക്രിസ്ത്യൻ സമുദായം ഏതാണ്ട് ഉൾക്കൊണ്ടുപിടിക്കും കേരളത്തിൽ മാത്രമല്ല വടക്ക് ഇന്ത്യയിലേക്ക് അവരെ ഏതാണ്ട്. കാരണം അവരെ സംബന്ധിച്ച് ആകെ 2% ഉള്ളൂ സാർ ഇന്ത്യൻ ജനസംഖ്യയിൽ. അവർക്കൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റില്ല. എങ്കിലും കേരളത്തിൽ ക്രിസ്ത്യൻസ് ചില യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട്, അത് ക്രിസ്ത്യൻക്കിന് പുറകിലുണ്ട്, സംഘപരിവാറിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിലും യാഥാർത്ഥ്യം ഉള്ളതുകൊണ്ട് ചില നീക്കമൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അവരെത്ര നീക്കമൊക്കെ ഉണ്ടായാലൊന്നും BJPക്ക് മുന്നേറ്റമാക്കാൻ പറ്റില്ല. കേരളത്തിലാണ് അത് 10% ഉള്ളൂ, ദേശീയ 2% ഉള്ളൂ. അതുകൊണ്ട് മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം 22% ദളിതുകൾക്ക് പറ്റുന്നില്ല, 20% മുസ്ലിങ്ങൾക്ക് പറ്റില്ല, പിന്നെ 2% ക്രിസ്ത്യൻസ് കൊണ്ട് ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല. ഇല്ല, നെവർ. പക്ഷേ എങ്കിലും അവർ സുരക്ഷ നോക്കിയിട്ട് BJP ഇട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു, കേരളത്തിൽ ന്യൂനപക്ഷ വികസന വകുപ്പിൽ നിന്ന് ഏതാണ്ട് 5000 കോടിയോളം രൂപ കേരളത്തിലെ ക്രിസ്തീയ സമുദായങ്ങളും സഭയൊക്കെ ആയിട്ട് പല രീതിയിൽ വാങ്ങിയിട്ടുണ്ട്. ഈ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, കേരളത്തിലെ മുസ്ലിങ്ങൾ അങ്ങനെ വകുപ്പ് ഉണ്ടോയെന്ന് പോലും അന്വേഷണം ഉണ്ടോ? നിങ്ങളിപ്പോൾ മൂടി കാണുമ്പോൾ ആ വിരോധം പറഞ്ഞ്, അല്ലെങ്കിൽ അങ്ങനെ വിരോധം പറഞ്ഞ് മാറ്റിയതിൽ എന്താ കാര്യമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അവരെന്ത് ചെയ്യും? പരമാവധി ഈ റബ്ബർ പന്ത് എത്ര കണ്ട് ആഞ്ഞടിക്കുന്നോ അത്ര ഉയർത്തി പൊങ്ങും പോലെ അപ്പോൾ സംഘപരിവാരം വോട്ടും പരമാവധി മുസ്ലിം വിരോധം കാണിക്കും. കാരണം അവർക്ക് നിലനിൽക്കണ്ടേ, അവർക്ക് വോട്ട് വേണ്ടേ? നിങ്ങൾ വോട്ട് ചെയ്യില്ല. അതല്ല ബുദ്ധി. ഞാൻ പറയുന്നത് ഇത് ചെറിയൊരു ഫിലോസഫി അല്ല സാർ. ഇത് നേരിട്ട് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ എന്നെ പോലുള്ളവർ നിങ്ങൾ പിന്നെ മണ്ടനാക്കും, മാത്രമല്ല കുലംകുത്തികളായി വയ്ക്കും. പിണറായി പറഞ്ഞില്ല, കുലംകുത്തികൾ ചിന്തിക്കും. ഈ കുലംകുത്തികൾ പറയുന്നതിൽ കാര്യമുണ്ട്. നിങ്ങൾ ബുദ്ധിയുള്ള ആൾക്കാർ, ഈ സമുദായത്തിൽ ദീർഘവീക്ഷണമുള്ള ബുദ്ധിയുള്ള ആൾക്കാർ, ഇത് ഫിലോസഫിയാണ്, മനഃശാസ്ത്രമാണ്, ശാസ്ത്രീയമാണ്. നിങ്ങൾ പഠിക്കുക, റിസർച്ച് ചെയ്ത വിഷയത്തെക്കുറിച്ച് എന്താണ് ഈ മണ്ടൻ മൊയ്തീൻ ഷായും ഗ്രൂപ്പും പറയുന്നത് നിങ്ങൾ ചിന്തിക്കുക. അല്ല, അന്ധമായി വിരോധം കൊണ്ട് നിങ്ങൾക്ക് എന്ത് നേടുമെന്ന് പറഞ്ഞത്? എന്തും നേടില്ലെന്ന് മാത്രമല്ല, നിങ്ങളുടെ വോട്ട് വാങ്ങി മറ്റുള്ളവർ അധികാരത്തിൽ കയറും. ഇപ്പം കേരളത്തിൽ പോലും 10% ആൾക്കാർ എത്രയോ ഉന്നതിയിൽ എത്തി. രാജ്യത്ത് ഭരണത്തിൽ നിങ്ങൾ 35-40% 40%, എന്ന് നിങ്ങൾ എന്ത് നേടാൻ പറ്റി?
അപ്പോൾ ചോദിക്കും കുറച്ച് അതിൽ ഗൾഫിൽ പോയി പണിയെടുത്തിട്ട് ഇപ്പോൾ മലപ്പുറത്തൊക്കെ കാക്കാമര ഡൽഹി ഗൾഫിൽ പോയി ഡ്രൈവർ പണിയെടുത്തിട്ട് കാശുണ്ടാക്കി മക്കളെ പഠിപ്പിച്ചു, അതുകൊണ്ടുള്ള വ്യത്യാസമാണ് വരുന്നത്. കുറച്ച് വിദ്യാഭ്യാസം, കുറച്ച് കടകളൊക്കെ വരുന്നത്. അത് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യില്ലേ? ഗവൺമെൻറ് സപ്പോർട്ട് എന്ത് ചെയ്തിട്ടുള്ള ഈ ലീഗ് ഭരിച്ച പോലും ഗവൺമെൻറ് എന്ത് ചെയ്തില്ല? മുസ്ലിങ്ങൾക്ക് വേണ്ടി, മുസ്ലിം സമുദായത്തിന് വേണ്ടി ഒരു അറബിക് സർവകലാശാല ഉണ്ടാക്കാൻ വേണ്ടി അന്ന് വന്നിട്ട് അത് മുസ്ലിം ലീഗ് സമ്മതിച്ചോ? തന്നെയുമല്ല. ഇപ്പം മുസ്ലിം ലീഗ് കാണിക്കാതറിയോ? മാർക്സിസ്റ്റ് പാർട്ടിക്ക് എതിർക്കാൻ പറ്റിയ നല്ലൊരു പ്ലാറ്റ്ഫോം വന്നിരിക്കുകയാണ് കേരളത്തിൽ. അവർ തകർന്നിരിക്കുകയാണ്. പക്ഷെ അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് താല്പര്യമില്ല, മുസ്ലിം ലീഗ് താല്പര്യമില്ല. ഒരു ഷാജി എന്തെങ്കിലും പറയുന്നല്ലേ? കാരണം അവർ നോക്കുക, അങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് ഉള്ള ബിരിയാണിയും കഴിച്ചുള്ള കാശ് കിട്ടി സുഖിച്ചിരിക്കണം. ഇവിടെ ആർഎസ്എസിനെ എതിർക്കാൻ പറ്റില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എതിർക്കാൻ പറ്റില്ല, അങ്ങനെ ലഹളം ഉണ്ടാക്കാൻ പറ്റില്ല, തല്ല് കൊള്ളാനും പറ്റില്ല, തല്ല് കൊള്ളിക്കാനും പറ്റില്ല. അതാണ് ഇത് ഭീരുവിൻ്റെ ക്ഷമയാണ്. അത് അച്യുതാനന്ദൻ പറഞ്ഞ് സഖാക്കളുടെ ക്ഷമ ധീരൻ്റെ ക്ഷമയാണ്, ഭീരുവല്ല. മുസ്ലിം ലീഗ് കാണിക്കുന്ന ഈ ക്ഷമയാണ് ഭീരുവിൻ്റെ ക്ഷമയാണ്. നമുക്ക് ബുദ്ധിയുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല, തർക്കത്തിന് പോകാൻ അടികൊള്ളാനും പറ്റില്ല. നമുക്ക് ഉള്ള സൗകര്യം വെച്ച് സുഖമായിട്ട് ജീവിക്കണം, അന്തസ്സായി ജീവിക്കണം, ആ കാറിൽ നിന്ന് നോക്കണം എന്നാണ് ഉദ്ദേശം. അതല്ല വേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് UDF വികസിപ്പിക്കാനും CPM താഴെ ഇറക്കാനും വേണ്ടി ഈ നിർണായക ഘട്ടത്തിൽ മുസ്ലിം ലീഗ് എന്ത് ചെയ്യുന്നു? പല്ലും പറഞ്ഞു തുടങ്ങി. ഞാൻ മാത്രമല്ല, പല്ലും പറഞ്ഞു തുടങ്ങി. പിണറായിക്കെതിരെ കുഞ്ഞാക്ക ഒരു അക്ഷരം വിട്ടില്ല. കുഞ്ഞാക്കായും പിണറായിയും പിന്നെ മുരളീധരനും തമ്മിലൊരു കോക്കസ്, നല്ല വാക്ക്, കോക്കസ് ഉണ്ട്. അവർ തമ്മിൽ അന്തർധാരം വളരെ വലുതാണ്. ആരാണ് മുരളീധരനെ കഴിഞ്ഞ പ്രാവശ്യം വടകരെ കൊണ്ട് നിർത്തിയത്? ഈ പ്രാവശ്യമല്ല, അതിന് മുമ്പ് ജയിച്ച സമയത്ത്. അതൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പിണറായി സഖാവിനൊക്കെ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ആ ലക്ഷ്യം വിജയിച്ചു. ഇത്തവണയും ഒരു ലക്ഷ്യമുണ്ടായി. അതും പിണറായി വിജയൻ വ്യക്തിയായിട്ട് വിജയിച്ചു, പാർട്ടി തോറ്റെങ്കിലും. അപ്പം അതൊക്കെ അന്തർധാരം മനസ്സിലാക്കുന്നില്ല. ഇതും മനസ്സിലാക്കിയതാണ്. കാരണം കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ മകൻ്റെ ബാഗിനെതിരെ നമ്മുടെ KT ജലീൽ പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? പിണറായി പറഞ്ഞു, അക്കൾ ഇനി വേണ്ട, അത് നിർത്തി പോയിക്കോളാൻ പറഞ്ഞു. മനസ്സിലല്ലേ? ഇപ്പം രക്ഷയില്ലാത്ത അൻവർ മാത്രമെന്ന് പറയില്ല. കമ്മ്യൂണിസ്റ്റുകാരിൽ 90% സഖാക്കൾ അൻവർ പറയുന്ന, അൻവറിനോടല്ല, അൻവർ പറയുന്ന ആശയത്തോട്, ആ വിഷയത്തോട് താല്പര്യമുണ്ട്. അതാ അൻവർ പിടിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അൻവർ കാലിൽ പിടിക്കില്ലെന്നല്ലേ? പിണറായി സഖാവിൻ്റെ ആൾക്കാരും അൻവർ റോഡിലെടുത്ത് തല്ലിക്കൊല്ലും. എന്താ തല്ലിക്കൊല്ലാത്? സഖാക്കൾ 90% പേരും അൻവറിനോടല്ല, അൻവർ പറയുന്ന ആ പോളിസിയോട്, ആ മാറ്ററോട് താല്പര്യമാണ്. അതാണ് അൻവർ ധൈര്യം നടക്കും നിൽക്കുന്നത്. അല്ലെങ്കിൽ ഭൂമുത്ത് കാണില്ല. എന്നിട്ട് അൻവറിൻ്റെ പേടിയുണ്ട്, എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് നടക്കാണ്. അപ്പം ഏതായാലും അങ്ങനെ ഒരാളെങ്കിലും തെറ്റായാലും ശരിയായാലും പിന്നെ ഒരു കുഞ്ഞിക്കുരം വേണ്ടി വന്നല്ലോ ഇവിടുത്തെ ഈ പൂജാരി, അല്ലെങ്കിൽ അതായത് ആ മന്ത്രവാദി തട്ടിപ്പണ്ട് പിടിക്കാൻ. എന്താ തട്ടിപ്പ്? നിങ്ങൾ കഥ അറിയാം, ഞാൻ ചുരുക്കി പറയാണ്. എന്ത് പറ്ററിയോ? മന്ത്രവാദി പറയുന്നത് ഇന്ന ദിവസം സാത്താൻ ഇറക്കും, നിങ്ങൾ ആരും പുറത്തിറങ്ങിയെന്ന് പറയും. എന്നിട്ട് ഇയാൾ തന്നെ വേഷം മാറി ഒച്ചയിട്ട് പോകുന്നതോടെ അങ്ങനെ പോയിപ്പോൾ പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാ ദിവസവും വരും. എല്ലാ ദിവസവും പിന്നെ ആഴ്ച ദിവസം വിട്ടാണ് വരുന്നത്. ഒരു ദിവസം ഈ കുഞ്ഞിക്കുനം പറ്റിയിരുന്നത് കൂന് ആയിട്ട് നോക്കിയപ്പോഴാ ഈ പിന്നെ മന്ത്രവാദിയാണ് ഈ പറഞ്ഞ വേഷന്മാർ വരുന്നത്. അയാളിപ്പോൾ ഇയാളെ അമ്പ് എഴുന്നേറ്റത്. ഇപ്പം നേരെ എടുത്ത് നോക്കിയപ്പോൾ അമ്പ് എഴുത്ത് കണ്ട് പാട് കണ്ട് ഇയാളെ തിരിച്ചറിഞ്ഞ പോലെയാണ്. ഒരു PV അൻവറെങ്കിലും വേണ്ടി വന്നല്ലോ ഈ കാര്യം പറയാൻ. അത് നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം ലീഡേഴ്സിൻ്റെയോ ഈ സംഘ് പരിവാറിനെ കുറിച്ചുള്ള വിലയിരുത്തൽ ശരിയായിട്ട് വരുന്നില്ല. നിങ്ങളിപ്പോഴും കോൺഗ്രസ് പുറകെ പോവാണ്, അല്ലെങ്കിൽ CPM കുറേ ഭാഗം CPM പുറകെ പോവാണ്. അവർ രക്ഷകരല്ലെന്ന് മനസ്സിലായല്ലോ. പക്ക പരസ്യമായിട്ട് സംഘ് പരിവാറിന് അനുകൂലം നിൽക്കുന്ന ഈ പിണറായി സഖാവ് ഇന്നത്തെ ട്രിവാൻഡ്രത്തെ പ്രസംഗത്തെ എന്താ പറഞ്ഞത്? അരിയത്ര പയറഞ്ഞാഴി, അരിയത്ര പയറഞ്ഞാഴി, അരിയത്ര പയറഞ്ഞാഴി. അതല്ലേ സഖാവ് പിണറായി പറഞ്ഞത്. അതുകൊണ്ട് പണ്ട് കോൺഗ്രസ് പ്രസിഡന്റ് സുധാകരൻ പറഞ്ഞു, ഞങ്ങൾ ഷാഹിക്ക് സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. അതാ മണ്ടേ, മറ്റും മണ്ടേ അങ്ങനെ പറഞ്ഞു. അതാണ് ഇത് വർഷങ്ങൾക്ക് പറഞ്ഞ, അതാണ് പറഞ്ഞത്. നിങ്ങളാണ് കോൺഗ്രസിൻ്റെ RSSൻ്റെ കൂടെ നിൽക്കുന്നത്, ഞങ്ങളല്ലെന്ന്. നിങ്ങൾ പരസ്യമായിട്ടും വ്യക്തമായിട്ടും കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. അവിടെ എന്തെങ്കിലും ഇപ്പോൾ പ്രത്യേകിച്ചും ആരാണ്? ഒരു MLA പോലും ഇല്ലാത്ത കേരളത്തിൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ആരാണ്? പിണറായി സഖാവേ. നിങ്ങൾ ആരെയാണ്? മലയാളികളാണോ നിങ്ങൾ പൊട്ടം കൽപ്പിക്കുന്നത്? ആഭ്യന്തര വകുപ്പ് നയിക്കുന്ന ആരാന്ന് ജനങ്ങൾ മനസ്സിലായി. നിങ്ങൾ ഇനിയും பார்ത്ത അസംബ്ലി ഇലക്ഷൻ നേരിടാണോ? ജനങ്ങൾ മുഴുവൻ പോയിക്കൊണ്ടിരിക്കല്ലേ. നിങ്ങൾ പല സ്ഥലത്തും
ഈ പിന്നെ യൂണിറ്റില്ല, എന്താ പറയുക, യൂണിറ്റ് അല്ലെങ്കിൽ യോഗം നടത്താൻ പറ്റത്തില്ല, ആൾക്കാർ വരുന്നില്ല. കാരണം ഒരു കാര്യം ആലോചിച്ച് നോക്ക്, CPFന്റെ ആളാണെന്ന് പറഞ്ഞ് ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു തലയിൽ കൊള്ളാതെ പോരാൻ പറ്റില്ല. അത്രയോട് പോലീസ് അവഗണിക്കുകയാണ്. മറ്റൊരു സംഘപരിവാറിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലീഗുകാരൻ ഒരാളെന്ന് പറഞ്ഞാലും അവിടെ സ്വീകരണമുണ്ട്. ആ ലീഗിനോട് താല്പര്യം നമ്മൾ കാണിച്ചില്ലേ? തങ്ങൾ അവിടെ പിന്നെ മലന്ന് വയനാട് ചെന്നപ്പോൾ ഈ പറഞ്ഞ അജിത് കുമാർ DIG എത്ര ബഹുമാനത്തോടെ എത്ര താല്പര്യമാണ് കാറി കയറാൻ തോട് കൊടുക്കുന്നു. അതിന് മുമ്പിലും പുറകിലും പോലീസ് എസ്കോർട്ട്. ആരാണ്? തങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നതാണ്. തങ്ങൾ ആരാണ്? ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലല്ലോ. അപ്പോൾ അവർക്കെന്താ മുസ്ലിം മലപ്പുറത്തെ സംബന്ധിച്ച് മുസ്ലിം വെറുപ്പിക്കാൻ പാടില്ല. അത് അവരുടെ രാഷ്ട്രതന്ത്രമാണ്, സംഘപരിവാര തന്ത്രമാണ്. മറിച്ച് അല്ലാത്തവരെല്ലാം ഒന്ന് ഇട്ട് വാരുക, അങ്ങനെ ശക്തി കൊടുക്കുക. ഇത് കാണാനുള്ള ബുദ്ധിയൊന്നും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇല്ലാതെ പോയി സാർ. അവർ കാണിക്കുന്ന ബുദ്ധിയും തയോ തന്ത്രം എന്താണ് മനസ്സിലാക്കാൻ പോയി. അത് ഒരു കാര്യം പറയാൻ നിർത്താം. ഏതാണ്ട് 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് പൊളിക്കുന്ന ഒരാഴ്ച മുമ്പ് ശ്രീരംപള്ളി, ഇന്നലെ വന്ന് മുസ്ലിങ്ങൾ ഗോവയിൽ കൂടുന്നു, ശ്രീരംപള്ളി രാജാലും കൂടി തങ്ങളെ കാണാൻ ചെന്നു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇതെന്താ അത്ഭുതം, അവർക്ക് മാനസാന്തരപ്പെട്ടോ, തങ്ങളെ കാണാൻ പോയി ചായ കുടിച്ച് പോകുന്നു. എന്താ കാര്യം? പിറ്റേ ആഴ്ച പള്ളി പൊളിക്കുകയാണ്. പള്ളി പൊളിക്കും മലപ്പുറത്ത് മുസ്ലിങ്ങളുടെ പുറത്ത് രംഗത്തിറങ്ങിയാൽ തല്ലുള്ളൂ മാസ്റ്റർ. അത് ഒഴിവാക്കി അവർക്ക് സംരക്ഷണ കവചം തീർത്താണ്. അതുകൊണ്ട് മലപ്പുറത്ത് അനങ്ങിയില്ല. താങ്കൾ ചോദിച്ചു അനങ്ങരുതെന്ന് പറഞ്ഞു. അതൊക്കെ നല്ല കാര്യം, ഞാൻ എതിരും പറയുന്നില്ല. കാരണം ആരും ആക്രമിക്കാൻ പാടില്ല. അത് മനസ്സിലായത് ഇപ്പോൾ ബാബരി മസ്ജിദ് പൊളിച്ച ശേഷമാണ് ഈ ലീഗുകാർക്ക് മനസ്സിലായത്. പാവം ലീഗിന് എന്ത് കുറ്റം പറയുന്നു. പോയി അന്തരിച്ച നമ്മുടെ അഹമ്മദ് സാഹിബ് നല്ല മനുഷ്യന് കുഴപ്പക്കാരൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞ അദ്ദേഹം നേടിയെടുത്തൊരു കാര്യം പറഞ്ഞ് മുസ്ലിം ലീഗുകാർ എത്ര പ്രാവശ്യം ഇവിടെ ഇൻകുലാബിടെ പിടിച്ചു. എന്താ കാര്യം? ഓൾ ഇന്ത്യ റേഡിയോയിൽ വൈകിട്ട് ഓതിക്കൊണ്ട് ഖുർആൻ പാരായണം അത് രാവിലെ ആക്കി. അത് VP സിംഗ് പ്രധാനമന്ത്രി അയക്കുമ്പോൾ ഞങ്ങളുടെ പാർട്ടി നേതാവാണ് VP സിംഗ്. അപ്പോൾ അത് കണ്ടുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞാൽ ഇവിടെ മുസ്ലിം ലീഗുകാർ എന്തെല്ലാം ഇത് നടത്തിയോ, ജാഥ നടത്തിയോ, വൈകിട്ട് ഓതിയ ഖുർആൻ പാരായണം ഞങ്ങളുടെ മന്ത്രി അഹമ്മദ് സാഹിബ് പറഞ്ഞതിൻ്റെ പേരിൽ അത് രാവിലെ ആക്കി. ഞാൻ ഒന്ന് ചോദിക്കട്ടെ മുസ്ലിം ലീഗ് നേതാക്കളെ, എനിക്ക് ഒരു ഇഷ്ടവും നിങ്ങളോടില്ല, കാരണം നിങ്ങൾ ന്യൂനപക്ഷ പാർട്ടിയാണ്. പക്ഷെ മണ്ടത്തും കാണിക്കുന്നത് പറയാനാണ്. ഈ ഓൾ ഇന്ത്യ റേഡിയോയിൽ വൈകിട്ട് ഓതുന്ന ഖുർആൻ പാരായണം 5 മിനിറ്റാണ്, അത് രാവിലെ ഓതിക്കൊണ്ട് ഈ സമുദായത്തിന് എന്ത് നേട്ടം കിട്ടി? അതേ സ്ഥാനത്ത് ആ അറബിക് സർവകലാശാല ആലോചിച്ചപ്പോൾ അത് തുടങ്ങിയിരുന്നെങ്കിൽ പാമ്പ് കടിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ ഞാനൂല് പറയും ഞങ്ങളോട് കടിച്ച് അങ്ങനെ ഇരിക്കുമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പറയായിരുന്നല്ലോ, ഇത് ഞങ്ങളുടെ പേര് അറബിക് സർവകലാശാലയാണ്. അതുകൊണ്ട് നേട്ടം കിട്ടുന്നതല്ല ആ മുസ്ലിങ്ങൾക്ക് കിട്ടുള്ളൂ. കാരണം ഗൾഫിൽ പോകുന്നവർക്കെല്ലാം ഉന്നത ഉദ്യോഗസ്ഥന്മാരും ആ മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങൾ ഡ്രൈവർമാരോ അല്ലെങ്കിൽ പെട്ടിക്കടയോ അല്ലെങ്കിൽ എനിക്കറിയാം പലരും അവിടെ ചെന്ന് ഇതില്ലേ ഫ്രൂട്ട് സ്റ്റാളിലൊക്കെ ജോലി ചെയ്യുന്നതാണ്. അങ്ങനെ കാശുണ്ടാക്കുന്നതാണ്. മറ്റ് കിട്ടെല്ലാം ഇവിടുത്തെ മുസ്ലിങ്ങൾ ക്രിസ്ത്യൻ ഹിന്ദുക്കളാണ് അവർക്കെല്ലാം നേട്ടു. എന്നിട്ട് പോലും അത് ഉമ്മൻചാണ്ടിയും മാണിയും കൂടി അനുഭവിച്ചില്ല, അത് വേറെ കാര്യം. എന്നിട്ട് മുസ്ലിം ലീഗ് നിങ്ങൾക്ക് എന്ത് പറ്റി? 10% 1% പോലും ആൾക്ക് സംസാരിക്കാത്ത സംസ്കൃത സർവകലാശാലയ്ക്ക് വേണ്ടി നിങ്ങൾ മുൻകൈ എടുത്ത് ആ പാഠം നിർത്തി. അത് വേറെ അപകടം. കാരണം ആർക്ക് ഉണ്ടാക്കി? ഒരു സംസ്കൃത സർവകലാശാല ഉണ്ടാക്കി. ആ സംസ്കൃത സർവകലാശാല ഉണ്ടാക്കി ഞങ്ങൾക്ക് ഒരു അഭിപ്രായത്തില്ല. കാരണം ഏത് ഭാഷ പഠിക്കുന്ന നല്ലതാണ്, അതുകൊണ്ട് നമുക്ക് സന്തോഷമുള്ളൂ. അത് നിങ്ങൾ എന്തുകൊണ്ടാണ് അറബിക് സർവകലാശാലയ്ക്ക് ശ്രമിക്കാതെ? അതിൻ്റെ പേരിലല്ലേ ഇപ്പം നിങ്ങൾ വെള്ളം കോരി കഷ്ടപ്പെടുന്നത്. ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ഭരണം കിട്ടി, ഈ നിലക്ക് പോയാൽ കിട്ടാൻ പ്രയാസം. കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ രാഷ്ട്രീയ നിലനിൽപ്പ്? മനസ്സിലാകുന്നത് UDF നേതാക്കളെ വല്ലതും. ഇപ്പോൾ നിങ്ങൾ ശശി തരൂരിനെ BJP ഇവിടെ എന്തൊരു താല്പര്യം കോൺഗ്രസിലെ നേതാക്കൾക്ക്. കാരണം ആ ശല്യം ഒഴിഞ്ഞുള്ളൂ. പണ്ടൊരു പുള്ള പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്, വാപ്പനെ പോലീസ് പിടിച്ച് വാപ്പയുടെ കട്ട കയറി കിടക്കാമല്ലോ ഒന്ന്. കൊച്ചു നിഷ്കളങ്കരാരോ മറ്റാരോ പറഞ്ഞ് കൊച്ചു കേട്ടിട്ട് കൊച്ചുണ്ടല്ല, അവരുടെ മക്കൾ പറഞ്ഞായിരിക്കും ഇത് വല്യപ്പനെന്ന്. വല്യപ്പനെ പോലീസ് പിടിച്ചുകൊണ്ടാണെങ്കിൽ ഞങ്ങൾക്ക് കെട്ടുമ്പോൾ കിടക്കാമെന്ന് പറഞ്ഞ് കൊച്ചു. അതുപോലെ ശശി തരൂരിനെ ഒഴിവായ ആ ശല്യം തീർന്നു. അപ്പോൾ 8-10 മുഖ്യമന്ത്രി സ്ഥാനത്തിൽ വന്നുപോയി. അങ്ങനെ ഓരോരുത്തരും മാറ്റി വരുമ്പോൾ പിന്നെ ആരുമില്ലാതെ വരും. കാരണം ഇലക്ഷൻ വെച്ച് അപ്പോൾ വോട്ട്, ആ പട്ടികളുടെ വോട്ട് നമുക്ക് വേണ്ട, ആ കുട്ടികളുടെ വോട്ട് നമുക്ക് വേണ്ട, ആ പന്തികളുടെ വോട്ടും വേണ്ട, ആ കത്തികൾ വോട്ടും വേണ്ട. ഇത് 4 കഴിഞ്ഞാൽ കേരളത്തിൽ പിന്നെ ആരാ വോട്ടുള്ളത്? ഈ 4 വിഭാഗത്ത് നമുക്ക് വോട്ട് വേണ്ടെന്ന് സ്ഥാനാർത്ഥി അച്ഛൻ അല്ലെങ്കിൽ അതൊരു വലിയ പ്രഖ്യാപനം നടത്തി.
അതുപോലെയല്ലേ ശശി തരൂർ പോയി. ഒരു നാള് ഇപ്പം തന്നെ ഉമ്മൻചാണ്ടി മകൻ BJP പോയി ഞാൻ പറയുന്നില്ല, പക്ഷേ ആ പാനലിൽ കയറാൻ വേണ്ടി 2-3 വർഷം മുമ്പ് അപേക്ഷ കൊടുത്ത് ഇപ്പോൾ പാനൽ കിട്ടി. അതിനർത്ഥം ഒലക്ക വീണ് ചത്ത കോഴി ചാറ് കൂട്ടാൻ ഇടയ്ക്കിടയ്ക്ക് കഷ്ടം കൂട്ടാന്ന് പറഞ്ഞ പോലെയാണ്. ഇന്നിപ്പോൾ ആ ലിമിറ്റായി, നാളെ കമ്മിറ്റിലും അതോട് സന്തോഷമാകട്ടെ. അപ്പോൾ കോൺഗ്രസ് ഒത്തിരി അത്ര ക്ലിയർ അല്ല. തന്നെയുമല്ല, ഈ രാഹുൽ ഗാന്ധി കൊണ്ടും ഈ പ്രിയങ്ക ഗാന്ധി കൊണ്ടും ഈ വന്ധ്യവയോധികനായ നിൽക്കാൻ മുന്നാക്കാൻ പറ്റാത്ത ഈ ഗാർഗെ കൊണ്ടൊന്നും BJPയുടെ സംഘപരിവാറിൻ്റെ പ്രവൃത്തി എതിർത്തോ ജയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഒരു ഉദാഹരണം ഒന്ന് നിർത്താം. ഹരിയാനയിൽ എല്ലാം കൊണ്ടും ജയിക്കേണ്ടത്ര കളഞ്ഞില്ലത്. എന്തൊക്കെയാണ് ജാതി സെൻസസ് വെച്ചോടി കോൺഗ്രസ് ഒരു വിഭാഗം ഉള്ളതുകൊണ്ട് എതിരായി. രാഹുൽ ഗാന്ധി മണ്ടനാണെന്നാണ് പാവ പുള്ളി പറഞ്ഞാൽ ഗവൺമെൻറ്റിലൊക്കെ പ്രഖ്യാപിച്ചു. ഏതോ ഇസ്രായേൽ ഇറ്റലി ലീഡേഴ്സ് പറഞ്ഞു കൊടുത്താൽ അത് ഇങ്ങനെ ക്ലോസ് ഉണ്ട്, അത് വലിയ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞാൽ. രാഹുൽ ഗാന്ധി പഠിച്ചിട്ടൊന്നുമില്ല. ഇടത്തോടിയിൽ ഇപ്പോൾ തലസ്ഥാനം എറണാകുളത്തോട് നമ്മുടെ IBയുടെ പറഞ്ഞ പോലെയാണ്. ഒന്നും പഠിക്കാൻ പറഞ്ഞ അവസരം 10 കാര്യം ചോദിച്ചപ്പോൾ ഒന്നും പറയാൻ പറ്റാതെ പോയില്ലേ. ഞാൻ ആ കുറ്റപ്പെടുത്തല്ല, അദ്ദേഹം നല്ല മനുഷ്യർക്ക് കുഴപ്പമില്ലാത്ത നേതാവ് തന്നെയാണ്. അതുപോലെ രാഹുൽ ഗാന്ധി ഒന്നും സ്റ്റഡി ചെയ്യാതെ പറഞ്ഞത് അതിപ്പോൾ കോൺഗ്രസ് വിഭാഗം ഉള്ളാൽ കാലമാണ്. അങ്ങനെയാണ് ഇപ്പോൾ മധ്യപ്രദേശ് കളഞ്ഞ് രാജസ്ഥാൻ കളഞ്ഞ പോലെ ഇപ്പോൾ ഹരിയാനയും കളഞ്ഞ് തീരുമാനിച്ചത്. ഇപ്പോൾ എല്ലാം കൊണ്ടും ഹരിയാന കോൺഗ്രസ് BJP വിരുദ്ധ പ്രസ്ഥാനം വരണ്ടാണ്. ഇതിപ്പോൾ അതിപ്പോൾ BJPയിൽ കൊടുത്തത്. അത് കളിച്ചാരാണ്? അത് ഞാൻ പിന്നീട് പറയും, ഇപ്പം പറയുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അന്ധമായ വിരോധം മാറ്റിവെച്ച് സഹകരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ബുദ്ധി എന്ന് ഞാൻ പറയുകയാണ്. അത് ഏതുപോലെ വെച്ചാൽ ഒരു കാര്യം പറയാം, നിർത്തിയേക്കത്. ഞാൻ അഹമ്മദാബാദിൽ നിന്നൊരു ആൾ കുറച്ച് കാശായിട്ട് കയറിയിട്ട് പിന്നെ അതിന് കൂടെ കള്ളനും കയറി. ഒരു ദിവസം രാത്രി പണം വെച്ച് കാണില്ല, 2ാം ദിവസം രാത്രി പണം വെച്ച് കണ്ടില്ല. അവസാനം ഇയാൾ ഇറങ്ങാൻ കാലത്ത് ഈ കള്ളൻ ചോദിച്ച്, നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് എനിക്കറിയാം, അത് കക്കാൻ വേണ്ടി ഞാൻ വന്നത്, എനിക്ക് കിട്ടിയില്ല, നിങ്ങൾ എവിടെയാണ് ആ പൈസ വെച്ചത്? വേറെ ഒന്നുമില്ല, നിങ്ങളൊരു ഓവർകോട്ട് ഇടൂലേ, നിങ്ങൾ 10 രൂപ കിടക്കും ഓവർകോട്ട് ഊരി വയ്ക്കൂലേ, ഞാനപ്പോൾ നിങ്ങൾ ഉറങ്ങുമ്പോൾ ഞാൻ ആ പണം കൊടുത്ത് നിങ്ങളുടെ ഓവർകോട്ടിൻ്റെ പോക്കലിടും. നിങ്ങൾ എഴുന്നേൽക്കും, ഞാൻ എഴുന്നേറ്റ് അതെടുത്ത് എൻ്റെ പോക്കലിക്കും. അപ്പോൾ നിങ്ങൾ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ തന്ത്രമാണ്, യുക്തിയാണ്, നയമാണ്, ദീർഘവീക്ഷണമാണ് നല്ലത്. അങ്ങനെയുള്ള ഒരു ചിന്താഗതി വെച്ച് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടും മറ്റ് കാരണന്മാരെ ഗുരുത്വം കൊണ്ടും എൻ്റെ കുടുംബത്തിൻ്റെ സഹായം കൊണ്ടും ആണ് നമ്മൾ ഈ പോയിൻ്റൊക്കെ പറയുന്നത്. ഈ പോയിൻ്റ് പറയുന്നത് ആരും തോൽപ്പിക്കാനല്ല. സംഘപരിവാറാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും സഹകരിച്ച് പോയി ആരും ആരെയും കൊല്ലാതെ മുന്നോട്ട് പോകുന്നല്ലേ നല്ലത്. അതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഞാൻ ഈ പറഞ്ഞത്. അത് പെട്ടെന്ന് ചിലർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. നിങ്ങൾ എന്നെ കുറ്റവാളിയൊക്കെ ഇരുന്നോ കുഴപ്പമില്ല. അള്ളാഹു എല്ലാം അറിയുന്നവനും നാളെ ഞാൻ എന്താണ് പറഞ്ഞത് മനസ്സിലാവും, അന്ന് തലമുറക്ക് മനസ്സിലാവും. അത് മുഹൈദ്ദീൻ ഷെയ്ഖ് പറഞ്ഞില്ലേ, ഖല്ലാജ് കൊല്ലുന്ന അന്ന് ഞാനുണ്ടെങ്കിൽ അപ്പോൾ കൈയിടിപ്പം ഞാൻ തോന്നും. ഖല്ലാജ് ഷെയ്ഖിന് അന്നത്തെ ഇതുപോലെ ഭരണാധികാരികൾ വെട്ടിക്കൊന്നു. എന്താ അദ്ദേഹം പറഞ്ഞത്? ഒരു ചത്ത ആടിനെ ജീവനെടുത്തപ്പോൾ ഗുംഹിയ ഇതിനില്ല, ഞാൻ പറയുന്നത് തെറ്റി ക്ഷമിക്കണം, ഗുംഹിയ ഇതില്ല, എൻ്റെ കഴിവുകൊണ്ട് ഈ ആട് ജീവനിട്ട് അത് കാഫറായി പോയില്ലേ, എൻ്റെ കഴിവുകൊണ്ട് അള്ളാഹുവിനെ എതിർത്തല്ലേ. പക്ഷേ അതുകൊണ്ട് അന്നത്തെ ഭരണാധികാരികൾ അത് വെട്ടിക്കൊന്നു, കാഫറാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ വർഷങ്ങൾ ശേഷം വന്ന മുഹയ്യദ്ദീൻ ഷെയ്ഖ് എന്താ പറയുക, ഹല്ലാജ് കൊല്ലുന്നാൾ അന്ന് ഞാനുണ്ടെങ്കിൽ അപ്പോൾ കൈ പിടിപ്പാ ഞാൻ എന്നോവർ. ഹല്ലാജ് കൊല്ലു ഷെയ്ഖിനെ വെട്ടിക്കൊല്ലുന്ന കാലത്ത് ഞാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ തടസ്സം നിന്നേനെന്ന് പറഞ്ഞത്. അത് പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞാണ് ഗുംജ ഇതിനില്ല എന്ന് പറഞ്ഞാൽ എല്ലാം ദൈവത്തിൻ്റെ ശക്തി എല്ലാം ഏൽപ്പിച്ചു വയ്ക്കും. ഞാനില്ല, എല്ലാം ഈശ്വരമയ അള്ളാഹുമയമാണ്. അപ്പോൾ ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് അള്ളാഹുവിന് വേണ്ടിയാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടെ എൻ്റെ ഞാൻ എന്നുള്ള വ്യക്തി ഇല്ലാതെ പോയി. അത് വെച്ച് നോക്കുമ്പോൾ തെറ്റില്ല. പക്ഷെ അത് സാധാരണക്കാർക്ക് മനസ്സിലായില്ല. അത് ഞാൻ പറയുന്നത് വലിയ കഥകളാണ്, നിങ്ങൾ ചിന്തിക്കുക. വേണമെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തി കുഴപ്പമില്ല. എനിക്ക് ഈ സമുദായം നന്നാകണം, ജനങ്ങൾ നന്നാകണം, പിന്നെ ആരും കൊല്ലുകയും ചെയ്ത് അത് മാത്രം ഉദ്ദേശിച്ചുള്ളതല്ല. എനിക്ക് ഒരു നേട്ടമൊന്നുമില്ല. ഇത്തരം കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.